Clap, clap, clap. Clap, clap, clap. Click, click, click. Click, click, click. Smile, smile, smile. Small, small, small. Listen, listen, listen. Listen ആണോ reason ആണോ? Listen ആണ്. ആ എല്ലാണ് എല്ലേ ടീച്ചർക്ക് തെറ്റി. Listen. അപ്പൊ ശരിയായി. Let us study about auxiliary verbs. ഏ? Have you heard about auxiliary verbs? There are 24 auxiliary verbs. Do you know what are they? എന്താണ്? Now I am going to say some auxiliary verbs. Am, is, are, were, was, do, does, did, can, ഏ? will, would, could. At first, we will study these 9 verbs. May I sing a song? പാട്ടുടെ പപ്പത്ത്. Please listen. Am, is, are, were, do, was, does, did, can, will, would, could. എല്ലാരും ബ്രീത്ത് എടുത്തോ 3 പ്രാവശ്യം. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഇനി എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് നിൽക്കൂ. വളരെ കൂളായിട്ട് നിൽക്കൂ. റിലാക്സ്, വളരെ കൂളായിട്ട് നിൽക്കുക. ഓക്കെ. ഈ സാധനം എന്താണ്? പറയൂ മക്കളെ, പറയൂ. കയറ്. എടാ പായി നോക്കി നീ പറയണ്ട, അത് പിള്ളേർ പറയൂലേ. അല്ല അപ്പൊ സാറ് പറയുന്നു പറഞ്ഞുകൊണ്ടാണ്. അതെ അതെ, എൻ്റെ കുട്ടികൾ അവരവിടെ പറയുന്നത് എൻ്റെ മനസ്സിൽ കിട്ടണുണ്ട്. എൻ്റെ കുട്ടികളെ എനിക്കറിയാം. അവർ പറയുന്നത് ഞാൻ സങ്കല്പിച്ചിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയണ്ട, നീ മിണ്ടരുത്. ഞാൻ ഇപ്പൊ എടുത്താൽ മാത്രം നീ എടുത്താൽ മതി. നിനക്കൊരു 100 രൂപ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് തരും. അത് മിണ്ടാതെ നിൽക്കാനാണ്. ഈ കയറിനെ നമ്മൾ ഇങ്ങനെ ഈ മരത്തിൽ ബന്ധിച്ച് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ മക്കളെ, അപ്പോൾ മാഷിതേ ഇതുപോലൊരു കയർ ഓൾറെഡി ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കയറിൽ നിന്നും നമ്മൾ പുതിയ ആ ഒരു ടെക്നിക്ക് തുടങ്ങാൻ പോവുകയാണ്. അല്ല ഇത് സംഭവം എന്താ ടെക്നോളജീൻ്റെ? ഞാൻ ഇതിൽ പറയും, അതിൽ പറയുമ്പോൾ കണ്ടാൽ മതി. അല്ല ഇതിപ്പോ നമ്മൾ സാധാരണ പശുവിനെ കെട്ടിയിട്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ വേണ്ട, ഇത് തീർത്തിട്ട് വേറെ പണിയുണ്ട്. നീ അത് പിടിച്ചാൽ മതി. അപ്പോൾ മാഷി കയറിൽ കുറച്ചായിട്ട് ശക്തി കൊടുക്കാൻ പോവുകയാണ്. ചെറുതായിട്ട് ശക്തി കൊടുക്കുന്നു, ബലം കൊടുക്കുന്നു, വലിക്കുകയാണ്. ഇങ്ങോട്ട് ഇവിടെ വേറെ പ്രോഗ്രാം ഞാൻ വിളിക്കാം. നിന്നോട് ഞാൻ പറഞ്ഞു നീ അത് ഓഫ് ചെയ്ത് വെക്കണ്ട. ഒന്നുകൂടെ ഇത് ഒന്നുകൂടെ എന്ന് പറഞ്ഞാലേ മനുഷ്യ ഇത് ഓർമ്മിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇതിനിടയ്ക്ക് ഒരു നിങ്ങൾ ചെയ്യും മാഷേ. അപ്പോൾ മക്കളെ, മാഷിതേ കയറിനെ ഈ മരത്തിൽ കെട്ടിയിട്ടുണ്ട്. ഇനി മാഷ് ടെക്നിക്ക് തുടങ്ങാൻ പോവാണ്. മാഷ് മേലെ ഈ കയറിനെ ഇങ്ങോട്ട് വലിക്കുകയാണ്. ഇപ്പൊ മാഷ് നല്ല ശക്തി കൊടുക്കുകയാണ്, നല്ല ബലം കൊടുക്കുകയാണ്. കണ്ടോ 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 മാഷിന്റെ ബലം കണ്ടോ? ഇപ്പൊ മാഷിന് എന്തുമാത്രം എനർജി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെ ഒരു മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. 2 പേർക്കും തുല്യ ശക്തി കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അറിവ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ടെക്നിക്ക് ചെക്കോസ്ലോവാക്യ, യുഗാണ്ട, എത്യോപ്യ എന്നിവിടങ്ങളിലുള്ള പുതിയ നൂതന വിദ്യകളുമായിട്ട് മാഷ് വരും. അതുവരെ എൻ്റെ മക്കൾ മാഷ് പഠിപ്പിച്ചെന്നെല്ലാം ഓർമ്മയോടുകൂടി ദിവസവും ചെയ്യുക. ഓക്കെ. അപ്പം എൻ്റെ എല്ലാ പിഞ്ച് മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ആൻഡ് PT മാഷ് മന്മഥൻ സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ. ഓക്കെ. മനസ്സിലായോ ഇതിന്റെ ടെക്നിക്ക്? അങ്ങനെയാണ് ഇത് നമ്മുടെ ഈ നാട്ടിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മറ്റേ രാമൻചേട്ടനൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ആര്? രാമൻ പോത്തിനെ വെക്കണ ഇതുപോലെ മറ്റേ പോത്തിനെ കെട്ടിയിട്ട്. മറുവശത്ത് പോത്തല്ലേ? ഇത് സാറാണെന്നുള്ള വ്യത്യാസമുണ്ട്.
ഹലോ ആ ആ ഇത് അർജുൻ്റെ അമ്മയല്ലേ? അതെ. അല്ല നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പും ഗ്രാൻഡൊന്നും വേണ്ടേ? ഹലോ കേൾക്കണ്ടോ? ഹലോ ഹലോ ഹലോ. എന്റെ കോയമാഷ ഇതൊന്ന് പതുക്കെ സംസാരിക്കേ, ഇവിടെ ശ്രദ്ധ തെറ്റണത്. എന്താ മാഷങ്ങൾ പറഞ്ഞു? 10-40 ആൾക്കാരെ വിളിക്കണം ഞാന്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയി കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കാൻ. വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പൊ. നിങ്ങൾക്ക് ഇത് കുത്തിയിരുന്ന് എഴുതിയാൽ മതിയല്ലോ അല്ലേ? അതെന്താ മാഷ അങ്ങനെ പറയണ്? ഇല്ലാണ്ട് ഇത് വെറുതെ ഇരുന്ന് എഴുതിയാൽ മതിയാ? ക്ലാസ്സിലെ കാര്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് വേണം HMന്റെ ജോലി ചെയ്യാൻ. പിന്നെ ഒന്നാമത് ഇവിടെ വന്നിട്ട് ഈ ഹലോ ഹലോ എന്ന് ഇങ്ങനെ കത്തണത്തിനത് വീട്ടിൽ പോയിരുന്ന് സമാധാനത്തിൽ വിളിച്ച് റെഡിയാക്കിയ പോരെ? വീട്ടിലേ നായാലും നല്ല വല്ല ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ട് വിളിക്കുക. നല്ല കാര്യമുണ്ട്. കണ്ണും ചേടും തരില്ല ഭാര്യയും കുട്ടികളും. ഇതെന്താ ഈ ചെയ്യണം മാഷ? ഈ ചോക്കിന്റെ പൊടി ഇങ്ങനെ മൂക്ക് ചേട്ടൻ അത്ര നല്ലത്. മാഷ എത്ര ദിവസമായി ക്ലാസ് ഉണ്ടായിട്ട് ഈ ഒരു സാധനത്തിന്റെ ഒരു മണം ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ സ്കൂളിലാണ്, ഞാൻ ഒരു മാഷാണെന്നൊക്കെ ഒരു ധാരണ എനിക്ക് കിട്ടുന്നത്. അല്ല കാര്യേ അല്ല, ഇനിയിപ്പോ അധികം കാലമൊന്നുമില്ല, റിട്ടയർഡ് ആവാറായില്ലേ? അല്ല ഇങ്ങനെ പോയാലേ റിട്ടയർമെന്റ് 65 വയസ്സാക്കിയാലും ശരി സ്കൂള് തുറക്കും നിൽക്കി തോന്നില്ല. അല്ല ഇക്കൊരു പെട്ടി ചോക്ക് കിട്ടിയാലും മതി. ആര ഭാഷ ബെല്ലടിക്കണേ? അല്ല ഭാഷ നമ്മളറിയാണ്ട് ഇനിയിപ്പോ ആരെങ്കിലും ക്ലാസ് തുടങ്ങിയോ? ഉണ്ണിയേ ഉണ്ണിയേ നീ എന്തിനപ്പോ ബെല്ലടിച്ച്? സാറേ ഞാൻ എന്റെ പണിയെന്റെ എടുക്കുന്നത്. എടാ ചങ്ങായി, ഈ ബെല്ലടിക്കണ കാറ്റിട്ട് വല്ല കുട്ടികളും കൂടെ ഓടി കയറി കൊണ്ട് വന്നാലോ? ആഷ് എന്തായി പറയണ? എടോ അതിനിവിടെ ക്ലാസ്സും തുടങ്ങിയിട്ടില്ല, കുട്ടികളും ഇല്ല, പിന്നെ എന്തിനാ ബെല്ലടിച്ചേ? എന്റെ കോയ സാറേ, നിങ്ങൾ ഇപ്പൊ പള്ളി പോയിണ്ടാ? ഇല്ല. എന്നാൽ അവിടെ ബാങ്ക് കൊടുക്കുന്നില്ലേ? ഉണ്ട്. ഉണ്ട്. സുഖം സാറോ അമ്പലത്തിൽ പോയിണ്ടാ? ഇല്ല. ഇല്ല. എന്നാൽ അവിടെ പൂജയും മണിയടി എല്ലാം ഉണ്ടല്ല? ആ ഉണ്ട്. ഇതെല്ലാം ഒരു ആചാരാണ് സാറേ. മറിമായം